ക്ലാസ്സിലെ ഫിസിക്സിലെ അവസാനത്തെ പാഠമാണ് ശബ്ദം. അപ്പൊ നമുക്ക് ഈ പാഠത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഓക്കെ, ഇവിടെ എന്താണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്? കുട്ടി പറയുന്നു, കുട്ടി ചിന്തിക്കുന്നു, ബെൽ പ്രവർത്തിച്ചിട്ടും ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന്. ഇവിടെ നോക്കിക്കോളൂ, നമുക്ക് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇവിടെ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ശബ്ദത്തിന് സഞ്ചരിക്കാൻ വേണ്ടി ഒരു മാധ്യമത്തിന്റെ ആവശ്യകതയുണ്ട്. ഇവിടെ വാക്വം പമ്പ് ഉപയോഗിച്ച് വായു നീക്കം ചെയ്താൽ ഇതിനകത്ത് ശൂന്യത ഉണ്ടാകുന്നു അല്ലെ? പക്ഷെ ശബ്ദത്തിന് ശൂന്യതയിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് കുട്ടിക്ക് ശബ്ദം കേൾക്കാത്തത്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ബെൽ ജാറിനുള്ളിലെ അലാം പ്രവർത്തിച്ചിട്ടും കുട്ടിക്ക് ശബ്ദം കേൾക്കാൻ കഴിയാത്തതിന് കാരണം എന്തായിരിക്കും? ശബ്ദവുമായി ബന്ധപ്പെട്ട ഇത്തരം സംശയങ്ങൾ നിങ്ങൾക്കും ഉണ്ടായിട്ടില്ലേ? പ്രകൃതിയിൽ ഉണ്ടാകുന്നതും മനുഷ്യനിർമ്മിതവുമായ നിരവധി ശബ്ദങ്ങൾ നാം ശ്രവിക്കാറുണ്ടല്ലോ. ശബ്ദമില്ലാത്ത ലോകത്തെക്കുറിച്ച് ചിന്തിക്കാനാകുമോ? എന്താണ് ശബ്ദം? ആദ്യം നിങ്ങൾക്ക് പരിചിതമായ ശബ്ദങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് എഴുതി നോക്കൂ. സ്കൂൾ ബെൽ മുഴങ്ങുമ്പോഴുണ്ടാകുന്ന ശബ്ദം, കുയിലിന്റെ നാദം, ഇടിനാദം, വാഹനത്തിന്റെ ശബ്ദം, ചെണ്ട കൊട്ടുമ്പോഴുള്ള ശബ്ദം, ഇങ്ങനെ പലവിധ ശബ്ദങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? അപ്പൊ എന്താണ് ശബ്ദം എന്ന് ചോദിച്ചാൽ, ഇതൊരു ഊർജ രൂപമാണ്. ശ്രവണബോധം ഉളവാക്കുന്ന ഊർജ രൂപമാണ് ശബ്ദം അല്ലെ? ശ്രവണബോധം എന്ന് വെച്ചാൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് അല്ലെ ശബ്ദം. അപ്പൊ ശബ്ദം എന്നൊരു ഊർജ രൂപമാണ്. ഇത് ശ്രവണബോധം ഉളവാക്കുന്നു. ഓക്കെ, ശ്രവണബോധം ഉളവാക്കുന്ന ഊർജ രൂപമാണ് ശബ്ദം. നിത്യജീവിതത്തിൽ ശബ്ദം പ്രയോജനപ്പെടുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? സംഗീതാസ്വാദനത്തിന്, അതേപോലെ ആശയവിനിമയത്തിന് അല്ലെ? അതായത് സംസാരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശബ്ദം പ്രയോജനപ്പെടുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ കൂടുതൽ പല കാര്യങ്ങളും എഴുതാം. വാഹനത്തിന്റെ ഹോണുകളായിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, സ്കൂളുകളിൽ ഓരോ പീരീഡുകൾ മാറുമ്പോൾ അത് അറിയിക്കാൻ വേണ്ടി ശബ്ദത്തിന്റെ സഹായം പ്രയോജനപ്പെടുത്തുന്നു. ഓക്കെ, ഇവിടെ ചോദിക്കുന്നു, ഈ ബെല്ലിൽ നിന്ന് ശബ്ദം ഉണ്ടാകുന്നതിന് കാരണം എന്തായിരിക്കും? ഇവിടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ശബ്ദം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം കമ്പനം മൂലമാണെന്ന്. ഓക്കെ, ഇങ്ങനെ ഒരു ചോദ്യം ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് താഴെ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, എങ്ങനെയാണ് ശബ്ദം ഉണ്ടാകുന്നതെന്ന്. ഒരു പ്രവർത്തനം ചെയ്തു നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? പെൻസിൽ ബോക്സ്, റബ്ബർ ബാൻഡ്, പെൻസിലുകൾ ഇവ ഉപയോഗിച്ച് ശബ്ദം ഉണ്ടാക്കുന്ന ഒരു ഉപകരണം നിർമ്മിക്കൂ. ഒരു ചിത്രം കൊടുത്തിട്ടുണ്ടല്ലേ? ഇങ്ങനെ ഒരു ഉപകരണം ഉണ്ടാക്കിയിട്ട് ഈ റബ്ബർ ബാൻഡിന്റെ മധ്യഭാഗം അല്പം വലിച്ചു വിടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശബ്ദം കേൾക്കുന്നുണ്ടോ? ശബ്ദം കേൾക്കാൻ കഴിയും. റബ്ബർ ബാൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ദ്രുതഗതിയിൽ ചലിക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നുണ്ടല്ലോ അല്ലെ? ഈ റബ്ബർ ബാൻഡ് ദ്രുതഗതിയിൽ താഴോട്ട് മുകളിലോട്ടായിട്ട് ചലിക്കുന്നതായിട്ട് കാണാം. അപ്പോഴാണ് നിങ്ങൾക്ക് ആ ശബ്ദം കേൾക്കാൻ കഴിയുന്നത്. റബ്ബർ ബാൻഡ് ഇവിടെ ഏതു തരം ചലനത്തിലാണുള്ളത്? കമ്പനമാണോ നേർരേഖാ ചലനമാണോ? അതായത് റബ്ബർ ബാൻഡ് ഒരു കമ്പനാവസ്ഥയിലാണല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ചലിക്കുകയല്ലേ? നേർരേഖാ ചലനം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് നമ്മുടെ വാഹനമൊക്കെ പോകുന്നത് പോലെ നേരെ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതല്ലല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് പറയാ? കമ്പനാവസ്ഥയിലാണെന്ന് പറയാം. കമ്പനം. ഓക്കെ, ശബ്ദം ഉണ്ടാക്കാൻ കഴിയുന്ന കളിപ്പാട്ടങ്ങൾ നിങ്ങൾക്ക് പരിചിതമാണല്ലോ. അവ ഏതൊക്കെയെന്ന് കുറിക്കൂ. കുറച്ച് ചിത്രം കൊടുത്തിട്ടുണ്ട്. ഓലപ്പീപ്പി, പേപ്പർ വിസിൽ, ചിരട്ട വീണ. ഓക്കെ, ഇഷ്ടമുള്ള ഒരു കളിപ്പാട്ടം നിർമ്മിച്ച് അതിന്റെ ശബ്ദം ശ്രവിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ എങ്ങനെയാണ് ശബ്ദം ഉണ്ടാകുന്നത് എന്ന് ചർച്ച ചെയ്ത് കണ്ടെത്തി സയൻസ് ഡയറിയിൽ എഴുതും. നമുക്കിവിടെ മുകളിൽ കാണിച്ചിരിക്കുന്ന 3 കളിപ്പാട്ടങ്ങളുടെ കാര്യം തന്നെ എഴുതാം. ഓലപ്പീപ്പി, പേപ്പർ വിസിൽ എന്നിവയിൽ ഊതുമ്പോൾ ശബ്ദം ഉണ്ടാകുന്നു. വായുവിന്റെ കമ്പനം മൂലമാണ് ഇവയിൽ ശബ്ദം ഉണ്ടാകുന്നത് അല്ലെ? ഓലപ്പീപ്പിയിലൊക്കെ ഊതുമ്പോൾ അതിനകത്ത് വായു കമ്പനം ചെയ്യുന്നു. അങ്ങനെയാണ് അവിടെ ശബ്ദം ഉണ്ടാകുന്നത്. ചിരട്ട വീണയിൽ കമ്പിയുടെ കമ്പനം മൂലം ശബ്ദം ഉണ്ടാകുന്നു അല്ലെ? ചിരട്ട വീണയിൽ കമ്പിയുടെ കമ്പനം മൂലം ശബ്ദം ഉണ്ടാകുന്നു. മറ്റൊരു പ്രവർത്തനം ചെയ്തു നോക്കാം. ട്യൂണിംഗ് ഫോർക്കിന്റെ, ട്യൂണിംഗ് ഫോർക്ക് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ഉപകരണമാണ്. ഓക്കെ, ഒരു ഭുജത്തിൽ റബ്ബർ ചുറ്റിക കൊണ്ട് അടിച്ച് ഉത്തേജിപ്പിക്കൂ. ഉത്തേജിപ്പിച്ച ഫോർക്കിനെ ചെവിയുടെ സമീപത്തേക്ക് കൊണ്ടുവരൂ. അപ്പോൾ നിങ്ങൾക്ക് ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ട്. ട്യൂണിംഗ് ഫോർക്കിന്റെ ഭുജങ്ങളിൽ മൃദുവായിട്ട് സ്പർശിക്കൂ. ട്യൂണിംഗ് ഫോർക്കിന്റെ ഭുജങ്ങൾ കമ്പനം ചെയ്യുന്നതായിട്ട് അനുഭവപ്പെടുന്നില്ലേ? തീർച്ചയായും നിങ്ങൾക്ക് ട്യൂണിംഗ് ഫോർക്കിന്റെ ഭുജങ്ങൾ കമ്പനം ചെയ്യുന്നതായിട്ട് അനുഭവപ്പെടുന്നു. ട്യൂണിംഗ് ഫോർക്ക് ഉത്തേജിപ്പിച്ച ശേഷം അതിന്റെ ഭുജങ്ങൾ പാത്രത്തിലെ ജലോപരിതലത്തിൽ ഇതുപോലെ സ്പർശിച്ചു നോക്കിയാൽ ജലകണികകൾ തെറിച്ചു പോകുന്നതായിട്ട് കാണാം. അത് ട്യൂണിംഗ് ഫോർക്കിന്റെ കമ്പനം കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്.
ട്യൂണിംഗ് ഫോർക്കിനെ വീണ്ടും ഉത്തേജിപ്പിച്ച ശേഷം അതിന്റെ ഭുജങ്ങൾ രണ്ടിലും കൈകൊണ്ട് മുറുകെ പിടിച്ചു നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല, കാരണം ഇപ്പോൾ ട്യൂണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യുന്നില്ല നിങ്ങൾ അതിനെ മുറുകെ പിടിക്കുമ്പോൾ. നിങ്ങൾക്ക് എന്ത് നിഗമനത്തിലാണ് എത്തിച്ചേരാൻ കഴിയുന്നത്? വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ശബ്ദം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമാണ് വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ശബ്ദം ഉണ്ടാക്കുന്ന വസ്തുക്കളാണ് ശബ്ദ സ്രോതസ്സുകൾ. ഓക്കെ, ശബ്ദ സ്രോതസ്സുകൾക്ക് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? ട്യൂണിംഗ് ഫോർക്ക്, സംഗീതോപകരണങ്ങൾ, ലൗഡ് സ്പീക്കർ, സ്കൂൾ ബെല്ല്, വാഹനങ്ങളുടെ ഹോൺ എന്നിവയൊക്കെ ശബ്ദ സ്രോതസ്സുകൾക്ക് ഉദാഹരണങ്ങളാണ്. സംഗീതോപകരണങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഏതൊക്കെ ഭാഗങ്ങളാണ് കമ്പനം ചെയ്യുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് പരിചിതമായ സംഗീതോപകരണങ്ങളുടെ പേരുകൾ സയൻസ് ഡയറിയിൽ ലിസ്റ്റ് ചെയ്യൂ. ഓടക്കുഴൽ, മൃദംഗം, വയലിൻ, തബല, ഹാർമോണിയം എന്നിവയൊക്കെ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാം. നിങ്ങൾ ലിസ്റ്റ് ചെയ്ത സംഗീതോപകരണങ്ങളുടെ കമ്പനം ചെയ്യുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് താഴെ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ. സ്കൂളിലെ സംഗീതമുറി സന്ദർശിച്ചോ വിദഗ്ധരുമായി ചർച്ച ചെയ്തോ നിങ്ങളുടെ നിഗമനങ്ങൾ ഉറപ്പാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിരീക്ഷണ ഫലങ്ങൾ എഴുതി പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തെ കോളത്തിൽ സംഗീതോപകരണവും രണ്ടാമത്തെ കോളത്തിൽ കമ്പനം ചെയ്ത് ശബ്ദം പുറപ്പെടുവിക്കുന്ന പ്രധാന ഭാഗവും മൂന്നാമത്തെ കോളത്തിൽ അനുബന്ധമായി കമ്പനം ചെയ്യുന്ന ഭാഗങ്ങളുമാണ് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വീണ പ്രധാനമായും കമ്പനം ചെയ്യുന്നത് ഏതാണ്? കമ്പികൾ. അനുബന്ധമായിട്ട് ചുറ്റുമുള്ള വായുവും അതിന്റെ ചട്ടക്കൂടും കമ്പനം ചെയ്യുന്നു. വയലിൻ പ്രധാനമായിട്ട് കമ്പനം ചെയ്യുന്നത് കമ്പികളാണ്, കൂടാതെ വായു, ചട്ടക്കൂട് എന്നിവയും കമ്പനം ചെയ്യുന്നു. ഇലത്താളത്തിലോ? ഇലത്താളം എന്ന് വെച്ചാൽ ഈ ഒരു ഉപകരണമാണ്. ഇലത്താളത്തിൽ പ്രധാനമായി കമ്പനം ചെയ്യുന്നത് ലോഹഭാഗമാണ്, അനുബന്ധമായിട്ട് ചുറ്റുമുള്ള വായുവും കമ്പനം ചെയ്യുന്നു. തബലയിൽ അതിന്റെ തുകൽ അല്ലെങ്കിൽ വലിച്ചു കെട്ടിയ ഇത്തരം സംവിധാനത്തെ നമുക്ക് ഡയഫ്രം എന്ന് പറയാം. അപ്പൊ അതിന്റെ ഡയഫ്രം കമ്പനം ചെയ്യുന്നു, അനുബന്ധമായിട്ട് വായുവും അതിന്റെ ചട്ടക്കൂടും കമ്പനം ചെയ്യുന്നു. ഹാർമോണിയത്തിൽ റീഡുകളാണ് പ്രധാനമായി കമ്പനം ചെയ്യുന്നത്, അനുബന്ധമായിട്ട് വായുവും അതിന്റെ ചട്ടക്കൂടും കമ്പനം ചെയ്യുന്നു. ചെണ്ടയിൽ പ്രധാനമായിട്ടും ഡയഫ്രമാണ് കമ്പനം ചെയ്യുന്നത്. മരം കൊണ്ടുണ്ടാക്കിയ ചട്ടക്കൂട്, ചെണ്ടയ്ക്കുള്ളിലെ വായുയൂപം എന്നിവയും അനുബന്ധമായിട്ട് കമ്പനം ചെയ്യുന്നു. നിങ്ങൾക്ക് മനസ്സിലായി, ഓരോ ശബ്ദ സ്രോതസ്സിലും കമ്പനം ചെയ്യുന്ന ഒരു പ്രധാന ഭാഗം ഉണ്ടായിരിക്കും. ഒരു ശബ്ദ സ്രോതസ്സിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം സ്രോതസ്സിന്റെ പല ഭാഗങ്ങളുടെ കമ്പനങ്ങളുടെയും ചുറ്റുമുള്ള വായുവിന്റെ കമ്പനങ്ങളുടെയും പരിണിത ഫലമായിട്ടാണ് നമുക്ക് ശ്രവിക്കാൻ കഴിയുന്നത്. ഓക്കെ, എന്താണ്? സ്രോതസ്സിന്റെ പല ഭാഗങ്ങളുടെയും ചുറ്റുമുള്ള വായുവിന്റെയും കമ്പനങ്ങളുടെയും പരിണിത ഫലമായിട്ടാണ് കേൾക്കാൻ കഴിയുന്നത് എന്നാണ്. ഓക്കെ, സംഗീതോപകരണങ്ങളിൽ നിന്നുള്ള ശബ്ദം കൂടുതൽ ഇമ്പമുള്ളതാക്കാനും ശബ്ദത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കാനും പ്രധാന ഭാഗത്തിന്റെയും അനുബന്ധ ഭാഗങ്ങളുടെയും കമ്പനം സഹായിക്കുന്നു. ഞാൻ സംസാരിക്കുമ്പോൾ പ്രധാനമായും കമ്പനം ചെയ്യുന്നത് ഏത് ഭാഗമായിരിക്കും? ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ട് തൊണ്ടയിൽ സ്പർശിച്ചു നോക്കിയാൽ കമ്പനം അനുഭവപ്പെടുന്നതാണ്. ശ്വാസനാളത്തിന്റെ മുകൾ ഭാഗത്തുള്ള സ്വനപേടകത്തിലെ സ്വനതന്തുക്കൾ കമ്പനം ചെയ്യുമ്പോഴാണ് ശബ്ദം ഉണ്ടാകുന്നത്. നമ്മൾ സംസാരിക്കുമ്പോൾ സ്വനതന്തുക്കൾ മാത്രമല്ല കമ്പനം ചെയ്യുന്നത്. കമ്പനം ചെയ്യാൻ സാധ്യതയുള്ള അനുബന്ധ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? പേശികൾ, തൊണ്ട, ചുണ്ടുകൾ, ചുറ്റുമുള്ള വായു എന്നിവയൊക്കെ അനുബന്ധമായിട്ട് കമ്പനം ചെയ്യുന്നവയാണ്. ഓക്കെ, ചുവടെ നൽകിയിരിക്കുന്ന സംഗീതോപകരണങ്ങൾ വാദനം ചെയ്യുമ്പോൾ കമ്പനം ചെയ്യുന്ന പ്രധാന ഭാഗം ഏതാണ്? മൃദംഗത്തിൽ അതിന്റെ തുകൽ അല്ലെങ്കിൽ ഡയഫ്രം പ്രധാനമായി കമ്പനം ചെയ്യുന്നു. ഓടക്കുഴലിൽ അതിനകത്തുള്ള വായുയൂപം കമ്പനം ചെയ്യുന്നു. ഗിറ്റാറിൽ കമ്പികൾ കമ്പനം ചെയ്യുന്നു. പ്രധാന ഭാഗമായോ അനുബന്ധ ഭാഗമായോ വായു കമ്പനം ചെയ്യുന്ന സംഗീതോപകരണങ്ങളുടെ പേരുകൾ ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓടക്കുഴൽ, ഹാർമോണിയം, വീണ, വയലിൻ, ചെണ്ട, ഗിറ്റാർ, മൃദംഗം തുടങ്ങി നിങ്ങൾക്ക് പരിചിതമായ സംഗീതോപകരണങ്ങളുടെ പേരുകൾ ലിസ്റ്റ് ചെയ്യാവുന്നതാണ്. താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ പരാമർശിച്ചിരിക്കുന്ന ജീവികൾ ശബ്ദമുണ്ടാക്കുമ്പോൾ അവയുടെ ഏതു ഭാഗമാണ് പ്രധാനമായി കമ്പനം ചെയ്യുന്നതെന്ന് പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. തേനീച്ച, കൊതുക്, ചിവിട് എന്നീ ജീവികളിൽ
അവയുടെ ചിറകുകൾ കമ്പനം ചെയ്യുമ്പോഴാണ് പ്രധാനമായും ശബ്ദമുണ്ടാകുന്നത്. എന്നാൽ ആന, കുയിൽ, മനുഷ്യർ, നായകൾ എന്നിവയിലൊക്കെ സ്വനതന്തുക്കൾ കമ്പനം ചെയ്യുമ്പോഴാണ് ശബ്ദം ഉണ്ടാകുന്നത്. ഓക്കെ. വിവിധ ശബ്ദ സ്രോതസ്സുകളിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം നമ്മുടെ ചെവിയിൽ എത്തുന്നത് എങ്ങനെയാണ്? ശബ്ദ പ്രേഷണം, പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട്, ശബ്ദത്തിന്റെ സഞ്ചാരത്തിനെ കുറിച്ചിട്ടാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ. ഒരു പ്രവർത്തനമാണ് പറഞ്ഞിട്ടുള്ളത്. ചിത്രത്തിൽ കാണുന്നത് പോലെ പ്ലാസ്റ്റിക് ട്യൂബ് ഘടിപ്പിച്ച സുതാര്യമായ ഗ്ലാസ് കണ്ടെയ്നറിനുള്ളിൽ ബാറ്ററിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബസ്സർ തൂക്കിയിട്ട ശേഷം കണ്ടെയ്നർ അടക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ബസ്സർ എന്നാൽ ശബ്ദമുണ്ടാക്കുന്ന ഒരു ഉപകരണമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ശബ്ദം കേൾക്കാൻ കഴിയുന്നു. കണ്ടെയ്നറിൽ ഘടിപ്പിച്ചിരിക്കുന്ന ട്യൂബിലൂടെ കണ്ടെയ്നറിനുള്ളിലെ വായുവിനെ വായ്ക്കകത്തേക്ക് വലിച്ചെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്തുള്ള വായുവിന്റെ അളവ് കുറയുന്നു അല്ലെ? അപ്പോൾ നിങ്ങൾക്ക് ശബ്ദം കുറയുന്നതായിട്ട് അനുഭവപ്പെടും. ഇനിയും കുറെ കൂടി വായുവിനെ നീക്കം ചെയ്താൽ ശബ്ദം വീണ്ടും കുറയുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. വായു പൂർണ്ണമായും നീക്കം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ശബ്ദം കേൾക്കാൻ സാധിക്കില്ല. ഈ പരീക്ഷണത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇവിടെ വായുവിലൂടെ സഞ്ചരിച്ചാണ് ശബ്ദം നമ്മുടെ ചെവിയിൽ എത്തുന്നത്. ശൂന്യതയിലൂടെ ശബ്ദത്തിന് സഞ്ചരിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ പാഠാരംഭത്തിലെ ആ ഒരു കാര്യം തന്നെയല്ലേ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വാക്വം പമ്പ് ഉപയോഗിച്ച് വായു നീക്കം ചെയ്ത ബെൽ ജാറിനുള്ളിലെ അലാം പുറപ്പെടുവിക്കുന്ന ശബ്ദം ജാറിന് വെളിയിൽ കേൾക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ. വാക്വം എന്ന് പറഞ്ഞാൽ ശൂന്യത എന്നാണ് അർത്ഥം. വാക്വം പമ്പ് എന്ന് വെച്ചാൽ ശൂന്യത ഉണ്ടാക്കുന്ന പമ്പ്. ശബ്ദം വായുവിലൂടെ മാത്രമാണോ സഞ്ചരിക്കുന്നത്? അല്ല. ശബ്ദപ്രേഷണവുമായി ബന്ധപ്പെട്ട് 2 പ്രവർത്തനങ്ങൾ കൂടി ചെയ്തു നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾ ഡെസ്കിൽ ചെവി അമർത്തി വെച്ച ശേഷം മറ്റൊരു കുട്ടി ട്യൂണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യിച്ച് അതിന്റെ തണ്ട് ഡെസ്കിൽ അമർത്തട്ടെ. ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഉണ്ട്. ഈ സന്ദർഭത്തിൽ ഏതെല്ലാം മാധ്യമങ്ങളിലൂടെയാണ് ശബ്ദം പ്രേഷണം ചെയ്തത്? ശബ്ദം ഈ ഡെസ്കിലെ കൂടിയും കൂടാതെ ഡെസ്കിനും ചെവിക്കുമിടയിലുള്ള വായുവിലെ കൂടിയും സഞ്ചരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ശബ്ദത്തിന് ഖരവസ്തുക്കളിലൂടെയും സഞ്ചരിക്കാൻ കഴിയും എന്നാണ്. ഓക്കെ. ഖരവസ്തുക്കളിലൂടെയും ശബ്ദം സഞ്ചരിക്കും. അങ്ങനെയെങ്കിൽ ദ്രാവകങ്ങളിലൂടെ സഞ്ചരിക്കാൻ കഴിയുമോ? ഒരു ബക്കറ്റിൽ ജലമെടുത്ത് ജലത്തിനുള്ളിലായിട്ട് ഒരു സ്റ്റീൽ പാത്രം പിടിച്ച് അതിനെ സ്പൂൺ കൊണ്ട് തട്ടി നോക്കിയാൽ നിങ്ങൾക്ക് ശബ്ദം കേൾക്കാൻ കഴിയും. ഈ സന്ദർഭത്തിൽ ജലം, വായു എന്നീ മാധ്യമങ്ങളിലൂടെ ശബ്ദം സഞ്ചരിക്കുന്നതായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ശബ്ദത്തിന് വാതകങ്ങളിലൂടെ മാത്രമല്ല ദ്രാവകങ്ങളിലൂടെയും ഖരവസ്തുക്കളിലൂടെയും സഞ്ചരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ശബ്ദപ്രേഷണത്തിന് മാധ്യമം ആവശ്യമാണ്. ശൂന്യതയിലൂടെ ശബ്ദം പ്രേഷണം ചെയ്യപ്പെടുന്നില്ല. പാമ്പ് ഇരപിടിക്കാനും ആത്മരക്ഷയ്ക്കുമായി തറയിലൂടെയുള്ള ശബ്ദപ്രേഷണം പ്രയോജനപ്പെടുത്തുന്നു. ഡോൾഫിൻ, തിമിംഗലങ്ങൾ തുടങ്ങിയ ജലജീവികൾ ആശയവിനിമയത്തിന് കടൽ ജലത്തിലൂടെയുള്ള ശബ്ദപ്രേഷണം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ബഹിരാകാശ സഞ്ചാരികൾ പരസ്പരം സംസാരിക്കാൻ റേഡിയോ സംവിധാനം ഉപയോഗിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ബഹിരാകാശത്ത് വായു ഇല്ലാത്തതിനാൽ ശബ്ദപ്രേഷണം സാധ്യമാകുന്നില്ല. ശൂന്യതയിലൂടെ ശബ്ദപ്രേഷണം സാധ്യമാകുന്നില്ല. അതിനാലാണ് റേഡിയോ സംവിധാനം ഉപയോഗിക്കുന്നത്. റേഡിയോ സംവിധാനത്തില് ശബ്ദതരംഗങ്ങളെ റേഡിയോ തരംഗങ്ങളായിട്ട് മാറ്റുന്നു. റേഡിയോ തരംഗങ്ങൾക്ക് ശൂന്യതയിലൂടെയും സഞ്ചരിക്കാൻ കഴിയുന്നു. ഓക്കെ. അടുത്ത ടോപ്പിക് എന്താണ്? ഇടിയും മിന്നലും ഒരേ സമയത്താണ് ഉണ്ടാകുന്നതെങ്കിലും മിന്നൽ കണ്ട ശേഷമാണല്ലോ ഇടിനാദം കേൾക്കുന്നത്. അതെന്തുകൊണ്ടായിരിക്കും എന്നാണ്. ശബ്ദവേഗം എന്ന ടോപ്പിക്കാണ് അടുത്തത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രകാശത്തേക്കാൾ കുറഞ്ഞ വേഗത്തിലാണ് ശബ്ദം സഞ്ചരിക്കുന്നത് എന്നാണ്. അതുകൊണ്ടാണ് മിന്നൽ കണ്ട ശേഷം അതിന്റെ ശബ്ദം കേൾക്കുന്നത്. ഓക്കെ. താങ്ക് യു.